പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് സോന മസൂരി റൈസ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം കുക്കറിൽ 4 കപ്പ് വെള്ളം ചൂടാക്കി അതിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് നമ്മുടെ അരി ഇട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു 2 സവാള വേണം. അതൊരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം ചക്കയായിട്ടൊന്ന് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതും അത്യാവശ്യം സൈസിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതാ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ട് അതും അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കൊരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് വേണ്ടത്. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. അതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കുക. അതിനുശേഷം മെയിൻ കലാപരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലോട്ട് അല്പം വേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മുടെ പൊട്ടറ്റയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, കുറച്ച് ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടും അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി അതേ പാനിലോട്ട് തന്നെ നമ്മുടെ ക്യാപ്സിക്കം ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് അതിലേക്ക് തന്നെ മാറ്റിയെടുക്കാം. ഇനി അല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടിയും 2 ഏലക്കയും 2 കരയാമ്പൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും ചതച്ച് വെച്ചേക്കണ ഗാർലിക്കും ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ സവാളി മരുന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പറും കൂടി ചേർത്ത് നമ്മുടെ പൊട്ടറ്റോയും ക്യാപ്സിക്കം കൂടി ഫ്രൈ ചെയ്തതും കൂടി ചേർക്കുക. അതിലോട്ട് നമ്മുടെ ചോറ് വെന്ത് വന്നതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അല്പം ഒരു അച്ചാറും സലാസും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുശാലായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.